എങ്ങനെ ഉണ്ടായിരുന്നു പിച്ചിന്റെ? പിച്ച് ഇത്തിരി പാടായിരുന്നു. കളിച്ചാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മളിന്ന് TMC ഹോളിലുള്ള അപ്പോൾ ഇന്ന് ഇവിടെ എന്താ പറയുക ഇനോഗ്രൽ മാച്ചാണ്. പുതിയ ടർഫ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ അതിൻ്റെ ഒരു ഇനോഗ്രൽ മാച്ചായിട്ടാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉള്ള ടീംമേറ്റ്സ് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആണ് കളി നടത്തുക. ഇതുവരെ ഒന്നും എന്താ പറയുക ട്രയലിൽ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. വെച്ചാൽ എല്ലാ പ്രിപ്പറേഷനും നമ്മുടെ ഇവിടെ ഉള്ളവർ തന്നെയാണ് സെറ്റ് ചെയ്തോണം. അപ്പോൾ നമ്മുടെ ടർഫ് വിക്കറ്റ് ഇതാണ് ഗ്രൗണ്ട്. ഇതിലെ ഇപ്പോഴത്തെ ഗ്രാസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 mm തിക്നെസ്സിലാണ് ഇപ്പോൾ ഗ്രാസ് ലെവലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ 2 ബോൾ എറിഞ്ഞ് നോക്കി. അപ്പോൾ വേറെ എന്താ പറയുക കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. സോ അപ്പോൾ മാച്ച് ചിലപ്പോൾ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം സ്പിന്നേഴ്സിന് ഇത്തിരി കൂടി ഒരു ഇതുള്ള പോലെയാണ് തോന്നണേ. സോ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വാംപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യം അതൊരു ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു 2 റൗണ്ടെങ്കിലും ഓടാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ ഹെഡ് ഹാൻഡ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചുറീസ് കുറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേറെ ഇഞ്ചുറീസ് ഒന്നും വരാണ്ടിരിക്കാനാണ്. കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ലിഗമെൻറ്റ് പ്രോബ്ലം വെച്ചിട്ട്. അതിനെല്ലാം ഈ റീസണായിട്ട് വരുന്നത് ഈ വാമപ്പും വാം ഡൗണും കറക്റ്റായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു കാരണത്താലാണ്. സോ നമ്മൾ ഫിറ്റായിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ്. എന്നാലേ നമുക്ക് മോർ മാച്ചസ് കളിക്കാൻ പറ്റുള്ളൂ. സോ എപ്പോഴും വാമപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. യെസ്, അപ്പോൾ ടോസിന് സമയമായി. അപ്പോൾ ഇന്ന് അനുപേടനും റൗഫിക്കാണ് ഓരോ ടീമിനെയും ലീഡ് ചെയ്യണേ. സോ ഞാൻ റൗഫിക്കയുടെ ടീമിലാണ്. അപ്പോൾ ടോസ് അനുപേടിൻ്റെ ടീമിനെ കിട്ടി. അവർ ബോളിങ്ങാണ് ചൂസ് ചെയ്തത്. സോ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിയാസിക്കും ഷിഫാസിക്കാണ് നമ്മളുടെ ഓപ്പണിംഗ് പ്ലേയേഴ്സ്. അപ്പോൾ നിയാസിക ക്രിക്മേറ്റ്സ് ടീമിലെ പ്ലെയറാണ്. സോ ആളാണ് സ്ട്രൈക്കിംഗ് എൻഡിൽ. സോ ഫസ്റ്റ് ബോൾ ഒരു നല്ലൊരു ഷോട്ടിലൂടെ ആൾ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇനോഗ്രൽ മാച്ചാണ്. അപ്പോൾ പെട്ടെന്നാണ് അത് സംഘടിപ്പിച്ചത്. സോ അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് വരുന്നത് ലൊക്കേഷൻ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ നിലവിൽ മൊത്തത്തിൽ 3 ടർഫാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. സോ ഇതിപ്പോൾ നമ്മുടെ 4ാമത്തെ ടർഫാണ് തൃശ്ശൂരിലെ. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ അതേ ഏരിയ വെച്ച് തന്നെ നമ്മൾ ഈ ഗ്രൗണ്ടും സെറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്കിവിടെ അവൈലബിളായിട്ട് 2 പിച്ചാണ് ഉള്ളത്. നമ്മൾ ചെയ്ത് പോകണം. സോ ഇതൊരു ഇനോഗ്രൽ മാച്ച് പെട്ടെന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം വെച്ചാൽ നമുക്ക് ഔട്ട് സൈഡ് ഫീൽഡിൽ ഗ്രാസ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഓഫ് സൈഡിൽ കളിക്കുന്ന ഷോട്ടുകൾ നമുക്ക് കാണാം. ഇത്തിരി എന്താ പറയുക ബൗണ്ടറി പോകാനുള്ളൊരു ഡിലേ കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഗ്രാസ് അത്രയും കൂടുതലാണ്. സോ ആ ഒരു മിസ്സിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ടിങ്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പിച്ച് ഭയങ്കര ബൗൺസി ആയിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ ഒരു ബോൾ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് നമുക്ക് കളിക്കാന്നുള്ളത്. പിന്നെ ചെറിയൊരു എന്താ പറയുക ഒരു കൊളാപ്സ് രീതിയിലായിരുന്നു നമ്മുടെ സ്റ്റാർട്ട് കിട്ടിയത്. എന്ന് വെച്ചാൽ ഷിഫാസിക്കും പിന്നെ വന്ന ഷെയ്ൻ ഭായും പെട്ടെന്നാണ് ഔട്ടായത്. സോ പിന്നീട് നമ്മുടെ കളിക്കാനൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഒരു ലോങ് ഗ്യാപ്പിൽ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഗ്രൗണ്ട് മെയിൻ്റെനൻസ് ആയിരുന്നു കളിയൊക്കെ നിന്നിരിക്കുകയാണ്. സോ ആളും ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വന്നു. പക്ഷേ ആൾക്കും ഒത്തിരി മിസ്സിങ് പറ്റി. ആള് ഫസ്റ്റ് ഔട്ടാവാനുണ്ടായി. അതേപോലത്തെ ബോൾ വരും. പാഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഞാനാവും പോവുക.
എന്താവുന്ന അറിയില്ല, കുറെ നാളായി കളിച്ചിട്ട്. ഇപ്പൊ ലാസ്റ്റ് 2 ദിവസം മുന്നെയാണ് സ്റ്റിബിന്റെ ഒപ്പം ഒന്ന് നെറ്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു 100 ജിപ്പിട്ട് ഔട്ടായി വന്നു. അത് കിട്ടിയില്ല എന്നല്ല പറഞ്ഞേ, കിട്ടിയില്ലല്ലോ. നമ്മുടെ ക്യാമറാമാൻ്റെ ഗുണമായിരുന്നു, എൻ്റെ ഭാഗ്യം കൊണ്ട് അത് കിട്ടിയില്ല. ലോക്കായി. ഓക്കെ, അപ്പോൾ ഞാൻ ചെല്ലണ സമയത്ത് ടീം അയ്യോ ഷെയർ ബൈ ക്യാച്ച് അല്ല, ആരും വന്നില്ല. അയ്യോ എത്ത് ഔട്ടല്ല. അപ്പോൾ 30 റണ്ണായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. 6 ഓവർ ആയിട്ടുണ്ടായിരുന്നത്. ഒരു 18 ഓവർ വരെ ഓൾമോസ്റ്റ് 12 ഓവേഴ്സ് ബാറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പ്രതീക്ഷിച്ചില്ല അത് പറ്റുന്നത്. ഞാൻ വിചാരിച്ച് 2-3 ബോളാകുമ്പോഴേക്കും പോരുന്നു. കാരണം വെച്ചാൽ കുറേ നാളായി ബാറ്റ് ചെയ്തിട്ട്. സോ അപ്പോൾ കളിക്കാൻ പറ്റിയെന്നർത്ഥം. അപ്പോൾ മനസ്സിലായ കാര്യം വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടായാൽ മതി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കളി റീസ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ബിസി ആയ കാരണം അത് എടുക്കാൻ പറ്റിയില്ല. ആൾ ബോൾഡായി. ആളൊരു നല്ലൊരു വാല്യുബിൾ ഇന്നിങ്സ് കളിച്ചത്. കാരണം വെച്ചാൽ ആളുടെ അടിയിലാണ് സ്കോർ കയറിയത്. ബോളിവിടെ വരുന്നുണ്ട്. ഓ, 1 ഹാൻഡ് പിക്കപ്പ് ബൈ സന്ദീപ് ബെട്ടാൻ. ചേട്ടനാണ് പറ്റുന്ന ഫസ്റ്റ് ടച്ച് അടിപൊളി. ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ടാ. എത്രയാ? 137. അപ്പോൾ 138 ജയിക്കുക. അപ്പോൾ ഞങ്ങളിനി ബോളിങ് ഇറങ്ങണം. ഇനി എന്താ പറയുക, എടുക്കുന്നുള്ള വ്യൂസ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ നിൽക്കുമെന്ന് അറിയില്ല. കമ്പയർ അറിയുന്ന ആൾക്കാർ നിന്നാൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ ബോളേഴ്സ് നല്ലൊരു സ്റ്റാർട്ട് തന്നെ നമുക്ക് തന്നു. എങ്ങനെയാണ് നമുക്ക് അവർ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ നമ്മളും തിരിച്ചറിഞ്ഞു. അവരുടെയും വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ ആദ്യം പോയിരുന്നു. ആദ്യത്തെ ഒരു 4 വിക്കറ്റ് പോകുമ്പോൾ അവർ ഏകദേശം 40 റൺ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
സോ നമ്മുടെ അതേ സെയിം സിറ്റുവേഷനിൽ തന്നെ അവരും പോയിരുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പിന്നർ നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് വരാൻ പറ്റിയില്ല. ആ ഒരു റീസൺ കാരണം നമ്മളിത്തിരി എന്താ പറയുക, പേസ് ബോളേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി ഓവേഴ്സ് നമ്മൾ എറിയേണ്ടി വന്നു. സോ നമ്മൾ ഏകദേശം കളി തിരിച്ചൊരു സമയമായിരുന്നു ഈ ടൈം. നമ്മൾ അവരുടെ ഓൾമോസ്റ്റ് ഒരു 4 വിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായി. പക്ഷേ അവർ തിരിച്ചൊരു കംബാക്ക് അടിച്ചത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അത് മുരളിയേട്ടനും പിന്നെ അല്ലമ്മീനൊക്കെയും കൂടിയുള്ള പാർട്ട്ണർഷിപ്പ്. അവരുടെ പാർട്ട്ണർഷിപ്പ് ഒരു എന്താ പറയുക, രക്ഷയില്ലാത്തൊരു പാർട്ട്ണർഷിപ്പായിരുന്നു. ക്യുക്ക് സിംഗിൾസും പിന്നെ ആവശ്യ സമയത്ത് 4 അങ്ങനെ എല്ലാം കറക്റ്റ് ടൈമിങ്ങിലൂടെ ആയിരുന്നു അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമ്മളെ ശരിക്കും അലട്ടി. നമുക്ക് ആ സമയത്ത് ഒരു സ്പിന്നറെ കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ സൈഡ് ചേഞ്ച് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ സ്പിന്നേഴ്സ് ഇല്ലാത്ത കാരണം അപ്പോൾ പാർട്ട് ടൈം സ്പിന്നേഴ്സായ ഞാനും റൗഫിക്കും എറിയേണ്ടി വന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് എറിയാൻ പറ്റിയില്ല. ഞങ്ങൾ 2 പേര് എറിഞ്ഞതിൽ അത്യാവശ്യം റണ്ണ് പോവുകയാണ് ഉണ്ടായത്. സോ അത് ഞങ്ങളുടെ ടീമിനെ വല്ലാണ്ട് എന്താ പറയുക, തോൽവിയിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ. എൻ്റെ കയ്യിൽ നിന്ന് കുറേ ലൂസായിട്ട് ഡെലിവറീസ് പോയി, കുറേ ഫുൾ ടോസ് പോയി. അതിലെനിക്കൊരു ചാൻസ് കിട്ടിയതാണ് ഇപ്പോൾ നമ്മുടെ റിട്ടേൺ ക്യാച്ച് വന്നു, അതും ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല. സോ അത് കാരണം നമുക്ക് കളിയിൽ ആധിപത്യം തുടരാൻ പറ്റിയില്ല. സോ അങ്ങനെ അവർ 2 പേരും കൂടി കളി വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ നമുക്ക് ഡെയിലി ഒരു ചെറിയൊരു മിസ്സിങ് പറ്റി. നമ്മുടെ ക്യാമറ സൈഡിൽ നിന്ന് നമ്മുടെ ക്യാമറ ഓഫായി. സോ നമുക്ക് ലാസ്റ്റത്തെ ഒരു 2 ഓവേഴ്സ് നമുക്ക് മിസ്സായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പിലാണ്. ലാസ്റ്റ് മുരളിയായിട്ട് ഒരു 6ഓടുകൂടി കളി അവരെ ജയിപ്പിച്ചു. ആൻഡ് അലമിജായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഫസ്റ്റ് ഇന്നിങ്സ് ഇത്തിരി കൂടി വ്യത്യാസം അണിയുണ്ട്.